നമസ്കാരം. ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ റോഡുകളൊക്കെ പാച്ച് വർക്ക് ഒക്കെ ചെയ്യുന്നത് പോലെ പാർട്ടിയിലും അതുപോലെ തന്നെ അധികാര സ്ഥാനങ്ങളിലുമൊക്കെ പുതിയ ചില പിടിമുറുക്കലുകൾ CPM നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കേന്ദ്ര സർക്കാർ പദ്ധതികൾ ഉൾപ്പെടെ ഇപ്പോൾ ഇത് കേരള സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് പറഞ്ഞ് നടക്കുകയാണ്. ഒപ്പം തന്നെ പറഞ്ഞ് പലരെയും ബോധ്യപ്പെടുത്തുകയാണ്, പ്രത്യേകിച്ചും സ്ത്രീകളെയൊക്കെ തന്നെ ബോധ്യപ്പെടുത്തുകയാണ് ചില ആളുകൾ, ചില CPM മെമ്പർമാരും CPM ചായവുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. തെറ്റായ വിവരങ്ങളും തെറ്റായ ധാരണകളും നൽകി ഇപ്പോൾ ഈ കുടുംബശ്രീ പദ്ധതി, തൊഴിൽ ഉറപ്പുമായി ബന്ധപ്പെട്ട പദ്ധതിയുടെ പേര് മാറ്റിയത്. അതിനുശേഷമാണ് ഇത് കേന്ദ്ര സർക്കാരിന് കൂടി വിഹിതമുള്ള പദ്ധതിയാണ് എന്ന് പാവപ്പെട്ട സ്ത്രീ ജനങ്ങൾ മനസ്സിലാക്കിയത്. അതുവരെ ഇവരെ ഭീഷണിപ്പെടുത്തിയും ഇവരെ വിരട്ടിയും ഇവരുടെ തൊഴിൽ ദിനങ്ങൾ കുറയ്ക്കും എന്ന് പറഞ്ഞ് വിരട്ടിയും പേടിപ്പെടുത്തിയും ഒക്കെ തന്നെ ഇവരെ ജാഥയ്ക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പം ഇവർ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയതോടുകൂടി CPMന്റെ പല കമ്മിറ്റികളിലും മീറ്റിങ്ങുകളിലും ആളില്ല എന്നുള്ളതാണ്. മന്ത്രിമാർ പങ്കെടുക്കുന്ന ചടങ്ങുകളിൽ പോലും ആളില്ല എന്നതാണ് സത്യം. അതിനിടയ്ക്കാണ് ഇപ്പോൾ കുടുംബശ്രീ ഈ ഒരു പദ്ധതിയിൽ പിടിമുറുക്കാനായിട്ട്, അതായത് കുടുംബശ്രീ ഒരു കാരണവശാലും അതിന്റെ നിയന്ത്രണം കൈവിട്ടു പോകരുത് എന്ന നിലയ്ക്കുള്ള ചില നിലപാടുകൾ എടുക്കാനും ചില തീരുമാനങ്ങൾ എടുക്കാനും CPM ശ്രമിക്കുന്നു എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. CPM അതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചതായിട്ടാണ് വാർത്ത. ഈ യൂണിറ്റുകൾ, കുടുംബശ്രീ യൂണിറ്റുകൾ വിട്ടുപോകാതെ കൈപ്പിടിയിലാക്കാൻ CPM നീക്കം നടക്കുന്നതായി ആരോപണം ഉയരുന്നു. നിലവിൽ കുടുംബശ്രീ യൂണിറ്റുകളിൽ ഭൂരിഭാഗവും CPMന്റെ പ്രാദേശിക നേതൃത്വത്തിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. ജനുവരി 17 മുതലാണ് കുടുംബശ്രീയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപ്പം അതിനു മുൻപായിട്ട് ഈ കുടുംബശ്രീ ഈ സഹകരണ ബാങ്കുകൾ പിടിച്ചെടുക്കുന്നത് പോലെ കുടുംബശ്രീ അടക്കം പിടിച്ചെടുക്കാനുള്ള ഗൂഢശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യക്ഷത്തിൽ പാർട്ടി ലേബലിൽ അല്ല തെരഞ്ഞെടുപ്പ് എങ്കിലും CPMനോട് ചേർന്ന് നിൽക്കുന്നവരെ ഭരണ തലപ്പത്തേക്ക് എത്തിക്കുന്നതിന് നോഡൽ ഓഫീസർമാരായി CPM നിയന്ത്രണത്തിൽ ഉള്ള ജീവനക്കാരെയാണ് നിയമിച്ചത്. മറ്റ് പാർട്ടികളിൽ ഉള്ളവർ ADSമാരായി രംഗത്ത് വരാതിരിക്കാൻ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അവരെ പിന്തള്ളണം എന്നാണ് പാർട്ടി തലത്തിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരിക്കുന്ന ഭീഷണി അല്ലെങ്കിൽ താക്കീത്, നിർദ്ദേശം. കുടുംബശ്രീകൾ കൈവിട്ടു പോകുന്നത് തങ്ങളുടെ വോട്ട് ബാങ്കിനെ സാരമായി ബാധിക്കും. പലരും ഇതൊക്കെ വിശ്വസിച്ച് കുടുംബശ്രീ സർക്കാരിന്റെ പദ്ധതിയാണ്, കുടുംബശ്രീയിലൂടെ നടക്കുന്നതൊക്കെ പിണറായി വിജയൻ നൽകുന്നതാണ് എന്ന് വിശ്വസിക്കുന്നവർ ഇന്നുമുണ്ട്. അവരെയൊക്കെ തന്നെ പിടിച്ചു നിർത്തി കുടുംബശ്രീ യൂണിറ്റുകൾ പിടിച്ചെടുക്കാനുള്ള പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത്. CPMന്റെ ഒട്ടുമിക്ക പരിപാടിയിലും ആളുകൾ വന്നിരുന്നത് ഈ കുടുംബശ്രീ യൂണിറ്റുകളിൽ നിന്നായിരുന്നു. പല ഘട്ടങ്ങളിലും ഇത് വിവാദമായിട്ടുണ്ട്. കോവിഡ് സമയത്ത് CPM തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ 500 പേരെ പങ്കെടുപ്പിച്ച് കാരണഭൂതനാം പിണറായി സഖാവ് എന്ന തിരുവാതിര വിവാദമായിരുന്നു. അതിലൊക്കെ തന്നെ പങ്കെടുത്തത് കുടുംബശ്രീ യൂണിറ്റുകളിൽ പ്രവർത്തിക്കുന്ന പാവപ്പെട്ട സ്ത്രീ ജനങ്ങളാണ്. അവരെയൊക്കെ തന്നെ ഭയപ്പെടുത്തിയും പേടിപ്പെടുത്തിയുമാണ് ഇത്തരത്തിലുള്ള PR വർക്കുകൾ അടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ തിരുവാതിര മാറി ബ്രേക്ക് ഡാൻസോ മറ്റ് സംഭവങ്ങളോ ഒക്കെ കാരണഭൂതനെ പുകഴ്ത്തിക്കൊണ്ട് വരുമായിരിക്കും. അപ്പം അതിനും ഈ കുടുംബശ്രീ യൂണിറ്റുകൾ കൈപ്പിടിയിൽ ഒതുക്കേണ്ടതുണ്ട്. അതിനു വേണ്ട ശ്രമങ്ങളാണ്, അല്ലെങ്കിൽ ഗൂഢശ്രമങ്ങളാണ് ഇപ്പോൾ CPM നേരിട്ട് ഇടപെട്ട് തന്നെ, ഏരിയ സെക്രട്ടറിമാരടക്കം നേരിട്ട് ഇടപെട്ട് ഉദ്യോഗസ്ഥരെ അടക്കം ഭീഷണിപ്പെടുത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. CPMന് അല്ലാതെ നിലനിൽപ്പില്ല, എന്നാലും നിലനിൽപ്പൊന്നുമില്ല. പക്ഷേ ഈ സ്ത്രീ ജനങ്ങളുടെ, അതായത് സ്ഥിരമായിട്ട് വോട്ട് ചെയ്യുന്ന സ്ത്രീ ജനങ്ങളുടെ വോട്ടുകൾ എങ്ങോട്ടും പോകാതിരിക്കാനുള്ള ഒരു തീവ്രമായ ശ്രമമാണ് ഇതുവഴി കുടുംബശ്രീ യൂണിറ്റുകൾ കൈപ്പിടിയിൽ ഒതുക്കുന്നത് വഴി CPM നടത്താൻ പോകുന്നത് എന്നാണ് സൂചനകൾ.